أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم لا سهل إلا ما جعلته سهلا يا رب. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്തുൽ ഇൻസാൻ്റെ 25-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഈ ഖുർആൻ നാമാണ് നിനക്ക് ഇറക്കി തന്നിരിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട്, അതുകൊണ്ട് നീ സബർ എടുക്ക്, എൻ്റെ കമാൻഡിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഹുക്മിൽ ലിക്മി റബ്ബിക്ക, നിൻ്റെ റബ്ബിൻ്റെ ഹുക്മിൽ നീ സബർ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, ദഅവത്ത് മുന്നോട്ട് തന്നെ പോട്ടെ. ഈ വലാ തുതിഉ മിൻഹും ആസിമൻ ഔ കഫൂറ, പാപം ചെയ്യുന്നവരും പാപികളുമായ ഈ മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും, ആസിമൻ ഔ കഫൂറ, പാപം ചെയ്യുന്നവരും ആയതും ഈ കുഫർ കാണിക്കുന്നവരുമായ ഇവരെ, അന്നത്തെ മുശ്രിക്കുകളെ മുനാഫിക്കുകളെ നീ മൈൻഡാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വദ്കുർ ഇസ്മ റബ്ബിക, അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കുക, അതായത് ദിക്ർ ചെയ്യുക. എങ്ങനെ, എപ്പോഴൊക്കെ? ബുക്റത്തൻ വഅസീല, ബുക്റത്തൻ രാവിലെയും, വസീല എന്നല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ, രാവിലെയും വൈകുന്നേരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമുക്ക് ചുറ്റും പ്രതിസന്ധികളും പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇസ്ലാമിക് ദഅവത്തിൻ്റെ ലൂടെ പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ നേരിടാം, ഓപ്പോസിഷൻ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മൈൻഡാക്കേണ്ട. വലാ തുതിഉ മിൻഹും ആസിമൻ ഔ കഫൂറ, ഈ അവിശ്വസിച്ചവരും പാപം ചെയ്ത് നടക്കുന്ന അവരുടെ കാര്യം, അവരെ ഡോണ്ട് ഫോളോ ദം, അവരെ ഫോളോ ചെയ്യേണ്ട, അവരെ വാക്ക് കേട്ടിട്ട് ഇൻഫ്ലുവൻസ് ആവേണ്ട. നീ എടുക്കേണ്ടത് സബർ എടുക്കുക, അള്ളാഹു പ്രിസ്ക്രൈബ് ചെയ്ത അള്ളാഹുവിൻ്റെ ഹുക്കുമുകൾ കാമുകൾ ഫോളോ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവുക. എന്നിട്ട് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, രാവിലെയും രാത്രികളിലും, ബുക്റത്തൻ വഅസീല, വൈകുന്നേരങ്ങളിലും രാവിലെയും അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യാന്ന്. ഇസ്മ റബ്ബിക, അള്ളാഹുവിൻ്റെ നാമം ഇസ്മു റബ്ബിക എന്നാണ് പറയുന്നത്, നിൻ്റെ റബ്ബിൻ്റെ നാമം നീ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓതുന്നത് 28-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നിങ്ങൾക്ക് വളരെ പരിചയം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റജീം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആയത്ത്, വളരെ ടച്ചിങ് ആണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനാക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. വസ്ബിർ നഫ്സക, കൺട്രോൾ യുവർ സെൽഫ് ആൻഡ് ഹാവ് പേഷ്യൻസ്. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ, രാവിലെയും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവരുടെ കൂടെ നീ നിൽക്കുക. യുരീദൂന വജ്ഹ, ഈ രാത്രിയും രാവിലെയും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ആഗ്രഹം, അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഈ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യുരീദൂന വജ്ഹ, അവർക്ക് അവൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ വജ്ഹാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺഫേം ആക്കുകയാണ്. ഇതിൻ്റെ പിന്നിലൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ചരിത്രത്തിൽ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഈ അന്നത്തെ ഖുറൈശികളുടെ ഇലീറ്റായ ആൾക്കാർ, ഇങ്ങനെ അന്നത്തെ ടോപ്പ് ലീഡേഴ്സും അന്നത്തെ വലിയ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ കുറച്ച് സഹാബികൾ, അവർ വളരെ താഴെത്തട്ടുന്ന് വന്നവരാണ്, വളരെ പാവപ്പെട്ടവരും അടിമകളൊക്കെ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവർക്ക് ആ സ്റ്റാറ്റസിന് പിടിക്കുന്നില്ല, ആർക്ക് വലിയ റിച്ച് അന്നത്തെ എലീറ്റായിട്ടുള്ള ഖുറൈശികൾക്ക്. അപ്പോൾ അവർ ഒരു കണ്ടീഷൻ ഇങ്ങനെ വെച്ചാൽ, നീ ഇവരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം, അതായത് ഇത് എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നീ പറയുന്നത്, വാട്ട് ഈസ് യുവർ, നിങ്ങളുടെ ആശയം എന്താണ് പറഞ്ഞു വരുന്നതെന്നൊക്കെ കേൾക്കാം, പക്ഷേ ഇവരെ ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ. നീ യാ റസൂലല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിൽക്കേണ്ടത് ഇവരുടെ കൂടെയാണ്,
എൻ്റെ വജ് കാക്ഷിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ കൂടെയാണ് നീ നിൽക്കേണ്ടത്. വല താഴ്തു അയിനാക്കാനും തുരീതു സീനത്തിലായ ദുനിയാവിൻ്റെ സീനത്ത് കണ്ടിട്ട് നിൻ്റെ കണ്ണുകൾ, നിൻ്റെ ദൃഷ്ടികളിൽ അവരെ കടന്ന് അങ്ങോട്ട് പോകാതിരിക്കട്ടെ എന്നാ. ഈ നിൻ്റെ കൂടെയുള്ള സത്യസന്ധരായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെ വജ് കാക്ഷിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ നിന്നും നിൻ്റെ ദൃഷ്ടി അങ്ങോട്ടേക്ക് പോകരുത്. ദുനിയാവിൻ്റെ സീനത്ത് മാത്രം കണ്ടുകൊണ്ട് വലാ തുതിഉമൻ അഖ്ഫൽനാ ഖൽബഹു, വലാത്തുതിയോ നീ ഒരിക്കലും ഫോളോ ചെയ്യരുത് മൻ അഖ്ഫൽനാ ഖൽബഹു, ഞാൻ ആരുടെ ഖൽബിനെയാണോ എൻ്റെ ദിക്റിൽ നിന്ന് ഞാൻ ഇതാക്കിയിട്ടുള്ളത് അവരെ നീ ഫോളോ ചെയ്യരുത്. അന്നത്തെ ഖുറൈശികളുടെ മുശ്രിക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ്. വത്തബ അവാവു വക്കാന അംറു ഫുർത്തദ. ഈ അന്നത്തെ മുശ്രിക്കുകളും അവരൊക്കെ അവരുടെ അവരുടെ ഓൺ ലസ്റ്റ് ആൻഡ് ഡിസയേഴ്സിനാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവരെ മാറ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ പോക്കാണെന്ന് പറഞ്ഞിട്ട് ക്യാന അംറു ഫുർത്ത, അവരുടെ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അള്ളാഹുവിനെ അവർ ഓർക്കുന്നില്ല. അതിൻ്റെ പേരിൽ അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ പരലോകത്ത് അവർക്ക് ഒന്നും ഇല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ക്രൈറ്റീരിയ കറക്റ്റായിട്ട് പറയുന്നതാണ്. നമ്മളുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇസ്സ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇസ്സത്ത് വരുന്നത്. അല്ലാതെ ദുനിയാവിൽ കാണുന്ന ഈ ജിഗ് അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കറക്റ്റായിട്ട് ഇതിൽ പറയുന്നത്. നിൻ്റെ കണ്ണ്, നിൻ്റെ ദൃഷ്ടികൾ ദുനിയാവിൻ്റെ സീനത്ത് കണ്ടിട്ട് ഇവരെ മറന്നു പോകരുത്, ഇവരെ വിട്ടുള്ള കളി വേണ്ടെന്ന്. സോ ബ്യൂട്ടിഫുൾ. എനിക്കത് ഭയങ്കര ടച്ചിങ് ആണിത്. കാരണം അവർ ഇസ്സ കംസ് ഫ്രം അള്ളാഹു സുബ്ഹാനഹു വ തആല. സോ ബീങ് എ സ്ലേവ് ഓഫ് അള്ളാഹ് ഈസ് ദ ഹയസ്റ്റ് ഓണർ വി ഹാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലയിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാനായിട്ട്, ഇബാദുല്ലാഹായിട്ട്, അള്ളാഹുവിൻ്റെ ഇബാദുകളായിട്ട്, അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകട്ടെ. രാവിലെയും വൈകുന്നേരങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.